കേരള തീരത്ത് ഇന്നലെ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 ചരക്കു കപ്പൽ കത്തിയമരുകയാണ്. കപ്പലിലുള്ള കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നതും തീ ആളിക്കത്തുന്നതും തീ അണയ്ക്കാൻ ദൗത്യം ദുഷ്കരമാക്കുന്നുണ്ട്. കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ വടക്കൻ തീരപ്രദേശങ്ങളിൽ അടിയാനും സാധ്യതയുണ്ട്. അതേസമയം ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 18 ജീവനക്കാരെ ഇന്നലെ രാത്രി 11 മണിയോടെ മംഗളൂരുവിൽ എത്തിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ 6 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കാണാതായ 4 പേർക്ക് അവിടെ തിരച്ചിൽ തുടരുകയുമാണ്. നമുക്കപ്പം ഈ വിഷ്വൽസ് ആദ്യം ഒന്ന് കാണാം. മംഗളൂരുവിൽ നിന്ന് ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, നമുക്കറിയാം ഇപ്പോഴും ഈ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശങ്ക വലിയ രീതിയിലാണ് ഉള്ളത്. കാരണം ഇത് നിയന്ത്രണാതീതമായിട്ടുള്ള കത്തലാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ജീവനക്കാരെ എല്ലാവരെയും എത്തിച്ചിട്ടുള്ളത് ഈ മംഗളൂരുവിലെ AJ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എത്ര ജീവനക്കാരാണ് ഇപ്പോൾ അവിടെ ചികിത്സയിലുള്ളത്? ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഫെലിക്സ്? മൊത്തം ആ കപ്പലുണ്ടായിരുന്നത് നമുക്കറിയാം 22 പേരാണ്. 4 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശേഷിക്കുന്ന 18 പേരെയും ഇന്നലെ രാത്രി 10:50 തന്നെ INS സൂറത്തിൽ മംഗളൂരുവിലെ തുറമുഖത്ത് എത്തിച്ചു. തുടർന്ന് അവിടെ നിന്നും അതിവേഗം അതിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരുണ്ട്. ബാക്കി ശേഷിക്കുന്ന പരിക്കേറ്റ 4 പേരുണ്ട്. അങ്ങനെ മൊത്തം 6 പേരെയാണ് ഈ മംഗളൂരുവിലെ AG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഗുരുതരമായി 2 പേർക്ക് പൊള്ളലേറ്റു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവരെ ICUവിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ഡോക്ടർ സംസാരിച്ചിരുന്നു. ഈ പരിക്കേറ്റ പൊള്ളലേറ്റ 2 പേർക്കും 35 മുതൽ 40% വരെ പൊള്ളലേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ വരെയും ഈ പൊള്ളൽ ബാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആന്തര അവയവങ്ങൾക്ക്, ശ്വാസകോശത്തെ അടക്കം ഈ പൊള്ളൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഗുരുതരം പൊള്ളലാണ് ഈ 2 പേർക്കും ഏറ്റിട്ടുള്ളത്. നമ്മൾ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ കണ്ടതാണ്. അവരുടെ ശരീരമാകെ പൊള്ളലേറ്റിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായി പൊള്ളലേറ്റ 2 പേരാണുള്ളത്. ആ 2 പേരും ചൈന സ്വദേശികളാണ്, ചൈനക്കാരാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ശേഷിക്കുന്ന 4 പേരുണ്ട്. ആ 4 പേരുടെയും ഈ പരിക്ക് അത്ര ഗുരുതരമല്ല, അത് ആശ്വാസകരം തന്നെയാണ്. പൊള്ളലേറ്റിട്ടുണ്ട്. മുഖത്തും ചെവിയിലും പുറത്തുമൊക്കെ തന്നെ ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അവരെയും ആശുപത്രിയിൽ അവർക്കും ചികിത്സ നൽകുന്നുണ്ട്. ഈ പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ച് വിദഗ്ധമായ ചികിത്സ തന്നെയാണ് ഈ പരിക്കേറ്റവർക്കെല്ലാം നൽകുന്നത്. നമുക്കറിയാം ഇവരൊന്നും തന്നെ ഇന്ത്യക്കാരല്ല, ചൈനക്കാരും ഒപ്പം തന്നെ മ്യാൻമാർ, തായ്വാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ കപ്പലിലെ ജീവനക്കാർ. അവർക്കൊക്കെയാണ് ഈ ഗുരുതരമായി പൊള്ളലേക്കുകയും അല്ലാത്ത ഈ പരിക്കേൽക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അവരെയൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് കൃത്യമായ ചികിത്സ നമ്മുടെ രാജ്യം അവർക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇന്നലെ ഡോക്ടർ കണ്ടപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ എന്താണ് അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ അല്ലെങ്കിൽ എന്താണ് അവരുടെ അവസ്ഥ എന്നത് സംബന്ധിച്ച് മെഡിക്കൽ ബുള്ളറ്റിലൂടെ മാത്രമായിരിക്കും AG ആശുപത്രി അക്കാര്യത്തിലൊരു വിശദീകരണം നൽകുക. ഏതായാലും കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ബാക്കിയുള്ള ക്യാപ്റ്റൻ അടക്കമുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ബാക്കിയുള്ള 12 പേർ, 6 പേരാണ് AG ആശുപത്രിയിലുള്ളത്. ശേഷിക്കുന്ന 12 പേർ മംഗളൂരുവിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ഉള്ളത്. അവർക്ക് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും വലിയ ഒരു രക്ഷപ്പെടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്രയധികം വലിയ ഉൾക്കടലിൽ നിന്നും അവിടെ വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. അവിടെ നിന്നും ചാടി രക്ഷപ്പെട്ട ആളുകളാണ്. അപ്പോൾ ആ 12 പേർക്കും അവർക്ക് ക്ഷീണമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 10:50 അവരെ ഇവിടേക്ക് എത്തിക്കുന്നത്. ഉടൻ തന്നെ അവരെ AJ ആശുപത്രിയുടെ ഭാഗമായി AJ ഗ്രൂപ്പിന്റെ മംഗളൂരിൽ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലേക്കാണ് ഇപ്പോൾ അവരെ മാറ്റിയിട്ടുള്ളത്. അവരവിടെ കഴിയുന്നുമുണ്ട്. തിരികെ മടങ്ങിപ്പോകുന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ തീരുമാനമായിട്ടില്ല. പ്രത്യേകിച്ചും ഈ ഗുരുതര പൊള്ളലേറ്റവർക്ക് ഏറെ നാളത്തെ ചികിത്സ ആവശ്യമായി വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ നവികരെ ഇപ്പോൾ AJ ഹോസ്പിറ്റലിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 2 പേരുടെ അവസ്ഥ ഗുരുതരമാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ പരിക്കേറ്റ നവികരിൽ 6 പേരാണ് ചികിത്സയിലുള്ളതെന്ന് AJ ആശുപത്രിയിലെ ഡോക്ടർ ദിനേശ് കരൺ പറഞ്ഞു. 2 പേരുടെ നില ഗുരുതരമാണെന്നും ഇവർക്ക് ശ്വാസനാളത്തിലടക്കം പൊള്ളലുണ്ടായെന്നുമാണ് ഡോക്ടർ വിശദീകരിച്ചത്. 4 പേരുടെ പൊള്ളൽ ഗുരുതരമല്ലെങ്കിലും നിരീക്ഷണം ആവശ്യമാണെന്നും ഡോക്ടർ പറയുന്നുണ്ട്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. We received 6 burn patients. 2 are critical. They have about 35 to 40%.
and most of them have inhalation burns, that is respiratory burns, and the airway burns. So that's the reason they are more serious. And other 4 are they have minor burns, but they need attention, dressings and all that. Most of them, it's a explosion which happened. They also are not very sure whether they exposed to some chemical or not. Right now, so 3 are from China and 2 are from Burma, Myanmar, and 1 is from the Indonesia. We have 35 to 40% burns on the both face, upper limb and lower limb, and then they also have inhalation burns, airway burns. That's the reason. There's no other protocol has been activated, right? Kind of because of any kind of substance or something. No, that is mainly of inhalation, thermal burns, and smoke, which because of explosions which are there in here. Do you have any other injuries? Some have some blunt injuries, which is not very major ones. All the 6 are in ICU or? No, 2 right now we have shifted them to for dressings and ICU, and other 4 are we are managing right now. They both are 32, 40% income. Yeah, 32.